അർഹമുറാഹിമേ കാട്ടിത്താറിവിൻ പൂന്താരം കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ കുട്ടികൾക്ക് തിരിച്ച കോരി കൊടുക്കണമെന്നായിരിക്കൂലേ. ചെറുപയർപ്പരിപ്പിൻ്റെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെയാണ് ഓരി വെച്ച് കൊടുക്കുക കേട്ടോ. ഓരി വെച്ച് കൊടുക്കൽ പിന്നെ ഇവിടെ പതിവാണല്ലോ. പായസം കുടിച്ചിട്ട് കേട്ടോ. ചെറുപയർപ്പരിപ്പിന്റെ പായസം ഉണ്ടാക്കിയ മക്കളെ അമ്മ കൊടുത്ത എന്നും ട്യൂബ് വരും. മൂന്നാമത്തെ വട്ട ട്യൂബ് വരികണം കേട്ടോ. എന്നാലും അന്തിക്കും ട്യൂബ് വരും. ഞാന്ന് വന്ന് കാണും മൂക്കൂടെ ട്യൂബ് ഇട്ട് കൊടുത്ത്. ഇത് കറക്കാൻ കഴിയുമെങ്കിൽ തിരക്കടില്ലേ, അമ്മക്ക് കഴിയണില്ല. മെല്ലെ 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 വെക്കാൻ തരിപ്പ് പോവണി. അതിന്റെ പിറ്റേന്ന് 2 ദിവസം നിന്നു, പിന്നെയും ട്യൂബ് ഊരി. രാത്രിയാണ് ഈ പണി എടുക്കണതേ, ട്യൂബ് ഊര അല്ലേ. എയർബഡിൽ തന്നെയാണ് കേട്ടോ. എല്ലാവരും ചോദിച്ചതിന് എയർബഡും പിന്നെ ബെലൈറ്റിന്റെ ഒക്കെ തന്നെയാണ്. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ. വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലേ. ഒന്നാമത് ഒഴിവന്നല്ല ആയിട്ടാട്ടോ. ഉമ്മാക്ക് വെയ്യായിട്ടേ തീരെ വെയ്യാട്ടോ. റൈസ് ട്യൂബൊക്കെ എടുത്തിടണം മക്കളെ. അപ്പം ഉമ്മാനെ നോക്കി നിൽക്കണം. കുറച്ച് ദിവസം താത്ത ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയില്ലേ. താത്ത പോയതിൻ്റെ മുന്നത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് വന്നത് കേട്ടോ. പിന്നെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അത് വീഡിയോസ് വരും കേട്ടോ. നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും ഇറക്കുകയാണെങ്കിലൊക്കെ നിങ്ങളെ അറിയിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇവിടെ ഇരുന്ന് എഴുതണീൻ്റെ അടിയിലാണ് ഒരാളെ ഓർമ്മ വന്നത്. കുറേ ദിവസമായിട്ട് ഒരു വിളിച്ചു കൊണ്ട് നിൽക്കുക എൻ്റെ മക്കളെ. പോസ്റ്റ്മാൻ കേട്ടോ, ഒരു കേസ് ഉണ്ട്, അതൊന്നും വീഡിയോസിൽ പറഞ്ഞാലോ കരുതിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വിട്ട കേസുകളാട്ടോ. ഒരു 4 ദിവസം മുന്നേ വിട്ടതാണ് ഇത്രയും ഓർഡറുകൾ കേട്ടോ. നമ്മളെ ഓർഡറുകൾ പറഞ്ഞാൽ നമ്മളെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ ലേഹ്യം വാങ്ങുന്നത്. ഇത് പോസ്റ്റാണ് കേട്ടോ. പോസ്റ്റിലും കുറേ ഞാൻ തിരഞ്ഞു നോക്കി. പോസ്റ്റ് വഴിയാണ് സാധനം പോന്നിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഒരു നസീമ, അവരൊന്ന് കോണ്ടാക്ട് ചെയ്യോടി കേട്ടോ. നസീമ ചാപ്പനങ്ങാടി 676503 പിൻകോഡാട്ടോ. അവർ കോണ്ടാക്ട് നമ്പർ തന്നത് തെറ്റാണ്. അത് ഏതോ ബംഗാളിക്കാ പോയത്. പോസ്റ്റ്മാൻ വിളിച്ചപ്പോഴും ബംഗാളിക്കാണ്, ഞാൻ വിളിച്ചപ്പോഴും ബംഗാളിക്ക് പിന്നെ എൻ്റെ ഒരു ഒച്ച കേട്ടോടുകൂടി പിന്നെ ബംഗാളിച്ച് വിളിച്ചല്ലേ തുടങ്ങിയ റബ്ബേ. അന്തില്ല പകലില്ല, വിളിച്ചെന്നെ വിളിച്ചോ എന്താ കരുതിയാവേ. ഞാൻ ആ നമ്പർ ഓല് തന്ന ആ നമ്പർക്ക് 7582090503 അയക്ക് വിളിച്ചുമ്പോൾ ഒരു ബംഗാളിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നും കോണ്ടാക്ട് ചെയ്യുന്ന വീഡിയോസ് സ്ഥിരം ആൾ വാങ്ങുന്ന ആളാണെങ്കിൽ ലേഹ്യം വാങ്ങിയ ആളാട്ടോ. പോസ്റ്റ് വഴി മാർഗമാണ് പോകുന്നത്. പഴുത്ത് വാങ്ങിയതാ 8-9 ആ ലെവലിലായിരിക്കും കേട്ടോ. ഭയങ്കര ഈച്ച. പിന്നെ ഇതൊക്കെ നമ്മൾ വിട്ടത് തന്നെ കേട്ടോ. ഇതൊക്കെ പോയ കൊറിയറുകളാണ്. അതിലൊക്കെ ഞാൻ തിരഞ്ഞ് കുറിച്ചിട്ട് പക്ഷേ ഓരോ കോണ്ടാക്ട് നമ്പർ കിട്ടണില്ല. അപ്പോൾ പ്ലീസ് ഒന്നുകൂടെ മെസ്സേജ് ഇവിടെ വിളിച്ച് ചെയ്യോണ്ടി കേട്ടോ. ഇന്നോ നാളെയൊക്കെ ആയിട്ട് സാധനം കിട്ടാൻ പോരുക പറഞ്ഞാലും നിങ്ങൾക്ക് അറിയാം നമ്മളെ നെഡ്സ്ലേഹം എങ്ങനെയാണെന്ന്. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സുകളും അടങ്ങി നമ്മളെ ഈ ചുമ്മാ നെഡ്സ്ലേഹം നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു ചമർപ്പും കയ്പൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് സാധനമാണ്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആവും. ഇനി അത് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പൊട്ടിച്ച് കാണ്ടൊക്കെ ആയിരിക്കും ലീക്കായിട്ട് കിട്ടുക. നമുക്ക് വേറൊരു കസ്റ്റമറിന് അത് കൊടുക്കാൻ പറ്റൂല, തിരിച്ച് വിടാനും പറ്റൂല. അപ്പം നമ്മളെ മക്കൾ തിന്നണതിന് ഒരു പരിധിയില്ലേ. കുറച്ചൊക്കെ ഞാൻ തിന്നും. ഇപ്പം ഞാൻ അങ്ങനെ വല്ലാതെ തിന്നല്ല. അപ്പോൾ തടി ആവശ്യത്തിലേറെ എനിക്കില്ല. ഇനി ഞാൻ അങ്ങനെ തിന്നലില്ല. ആദ്യത്തെ ചെമ്പിൻ്റെ അടിയൊക്കെ തിന്നി. നിങ്ങൾ കളിയാക്കണം അതിന് തന്നെ. നിങ്ങൾക്ക് എന്നെ അറിയാലോ, പഴയ വീഡിയോസൊക്കെ കണ്ടൊക്കെ. ചെമ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉള്ളിത്തൊക്കെ നുള്ളി പൊറുക്കി തിന്നലുണ്ടായിരുന്നു. അങ്ങനെ വിഷപ്പ് കാര്യമൊക്കെ വന്നു കണ്ട് ഉഷാറായതാണ് കേട്ടോ. ഞാൻ എനിക്ക് തന്നെ വൈറ്റ് ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിന് അസ്വസ്ഥത, വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടും ബ്ലഡ് കൗണ്ട് ഒക്കെ നല്ലോണം കുറഞ്ഞിട്ട് ഗുളിക കുടിച്ചല്ലായിരുന്നു ഞാൻ കേട്ടോ. ഇപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി കേട്ടോ. ഇങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് അറിയില്ല, എന്നെ എൻ്റെ പഴയ ഓൾഡ് വീഡിയോ നോക്കിയാലോ ഞാൻ ഇങ്ങനെയായിരുന്നു.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ലേഹ്യം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഉഷാറായത്. ഒന്നാമത് വൈറ്റ് ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ പോയി, ബ്ലഡ് കൗണ്ടൊക്കെ കൂടി. മറ്റേ നിങ്ങൾക്ക് അറിയാം എന്നും തലവേദനയും കുഴക്കും ക്ഷീണവും ഒക്കെ ആയിരുന്നു എനിക്കില്ലേ. ഇപ്പോൾ കുറേ കാലമായിട്ട് നല്ല എനർജിയില്ലേ. നമ്മൾ നട്സ് ലേഹം കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കഴിക്കലില്ല കേട്ടോ. എല്ലാവരോടും ഞാൻ പറയലുണ്ട്, എന്ത് സാധനം അധികം തിന്നാൽ അമൃതം വിഷം പറഞ്ഞ പോലെ പാകത്തിൽ തിന്നാൽ മതി. ഇപ്പം എൻ്റെ മുത്തച്ചിയൊക്കെ ഇന്നലെ ഞാൻ ചെന്നിട്ട് ഇപ്പം പന കാണാൻ ചെന്നിട്ട് ചീത്ത അറിയുന്നുണ്ട് കേട്ടോ. പത്ത് മഞ്ഞിച്ചത് തിന്നാൻ നിൽക്കരുത് കേട്ടോ അറിയുന്നുണ്ട്. തടി കണ്ടിട്ട് ഇല്ലല്ല അപ്പം തിന്നലില്ല താത്താന്ന്. അഞ്ച് ഷെയ്മോക്കും കൊടുക്കണ്ടാന്ന്. ഷെയ്മോൾ ആദ്യം തിന്നിരുന്നു. അപ്പം എന്നെ ചീത്ത അറിയാണ് ഷെയ്മോൾ ആ തടി എനിക്ക് ഇനി തടി വേണ്ടമ്മാന്ന് കാണ്ടി. അപ്പൊ കെട്ടിച്ചാനായ കുട്ടികളൊക്കെ അങ്ങോട്ട് വിളിച്ചോളി. നമ്മളെ ഇച്ചുമാനയുടെ സ്ലേഹം അടിപൊളി ലേഹിയാണ് കേട്ടോ. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സുകളും ഈ പ്രാവശ്യം ഒരു പ്രത്യേക നട്സ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ ഈ പ്രാവശ്യത്തെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നു എന്നോട് അല്ലേ, താത്ത നിങ്ങളെന്താ മിൽമ നെയ്യ് തന്നെ ഉപയോഗിക്കണം, നിങ്ങളിപ്പോൾ ഹോം മെയ്ഡ് നെയ്യ് ഉപയോഗിക്കുക. നാടൻ നെയ്യിലാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഷോർട്സ് വരും കേട്ടോ. നാടൻ നെയ്യ് ഉപയോഗിച്ച് കണ്ട് നമ്മൾ ഉണ്ടാക്കണ ഷോർട്സ് വരും കേട്ടോ. അടിപൊളി ലേഹിയാണ് നമ്മളെ ഇച്ചുമാനട്സ് ലേഹം. അപ്പോൾ വാണ്ടിയോലൊക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി. പിന്നെ എന്താണോ നമ്പർ വെക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് നമ്പർ വെക്കൊണ്ട് മാക്സിമം 2 നമ്പർ വെച്ചോണ്ട്. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളെ മാപ്പിളണ്ടോ നിങ്ങളെ ഉപ്പാൻ്റെതോ ഉമ്മാൻ്റെതോ ആരുടെയും വെച്ചോണ്ട് ഇനി 2ാമത്തെ നമ്പർ അതിക്കെങ്കിലും വിളിച്ചാൽ കിട്ടുമല്ലോ എഴുതിയിട്ടാണ്. കൊറിയർ എന്ന് പറഞ്ഞാൽ ഏകദേശം 3-4 ദിവസം അതിൻ്റെ ഉള്ളിൽ അവിടെ എത്തും. അവർ വിളിക്കും. അപ്പം നിങ്ങൾ പോയി എടുക്കണം എന്നുള്ളൂ. ഇനി വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ അവരെ കോണ്ടാക്ട് നമ്പർ ഞാൻ വാങ്ങിച്ചു തരും. നിങ്ങൾ കൊറിയർ ഓഫീസ് കേട്ടോ. അതിനൊക്കെ നമുക്ക് കഴിയും. ട്രാക്ക് ഐ ഡി ഒക്കെ ചെക്ക് ചെയ്ത് ലെവലാക്കി തരും. പോസ്റ്റ് വഴി ആകുമ്പോഴാണ് ഇത്തിരി നേരം വൈകുന്നത്. പോലെ പറഞ്ഞിട്ട് കാലം ഇപ്പം മഴയൊക്കെ അല്ലേ, അവർ നേരം വൈകിട്ടാണ് കൊടുന്നുതരിക. പിന്നെ അവർ വീട്ടിലും കൊടുന്നുതരുന്നതല്ലേ. അപ്പം നമ്പർ കറക്റ്റ് വെച്ചാൽ ഒരു ലെവലായിരിക്കും. പിന്നെന്താണോ എഴുതണ ഇരിക്കും ചിലപ്പോൾ പെരും അന്തിക്കൊക്കെ ആയിരിക്കും ഞാൻ എഴുതിയേ. കാരണം അന്തിക്കൊന്ന് വെച്ച് കണ്ണിൻ്റെ പോള കൂട്ടാൻ കഴിയൂല. കാരണം ഇമ്മ സുഖമില്ലാതെ കിടക്കുക. അമ്മ പിച്ചിയും പേയും തന്നെയാണ് അമ്മക്ക്. പിച്ചിയും പേയും വരെ നീച്ചു പോകും. അപ്പോൾ നമ്മളെ പെനബാലിറ്റീൻ്റെ കട്ടിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എയർ കട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. മറ്റേ ബാഗ് പൊട്ടി പോകണ്ടേ. അപ്പം അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അമ്മ എണീക്കും. അപ്പോൾ പേടിയല്ലേ. നമുക്ക് ട്യൂബൊക്കെ വലിച്ചിടുകയാണ്. അപ്പം അത് നോക്കി നിൽക്കണം. അപ്പം ഞാൻ എന്താ ചെയ്യല്, രാത്രി മക്കളൊക്കെ ഉറക്കിയിട്ടാണ് കൊറിയർ കാര്യങ്ങളൊക്കെ എഴുതൽ കേട്ടോ. അപ്പം ഇന്നിപ്പോൾ കുറച്ച് കൊറിയർ എഴുതിയിട്ടുള്ളൂ. ഇനി ഇതൊക്കെ പോവാനാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കൊറിയറൊക്കെ ഇന്ന് പോവാനാണ്. അല്ലാതെ കിട്ടും കേട്ടോ. നമ്മൾ മാക്സിമം നേരത്തെ വിടലുണ്ട്. പിന്നെ എല്ലാ ശനി ഞായർ ദിവസം നമ്മളിവിടെ ലേ ഉണ്ടാക്കണം. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം ഉണ്ടാക്കി ആഴ്ചയിൽ കേട്ടോ. നിങ്ങളൊരു സപ്പോർട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ നമ്മളെ ഹെയർ ഓയിൽ മുടി വെച്ചിൽ താരൻ്റെ മൈഗ്രൈൻ്റെ തലവേദന ഇതിനൊക്കെ എല്ലാമാണ് നമ്മളെ ഹെയർ ഓയിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കായിട്ടാണ്. അപ്പോൾ ഈ നസീമ ഒന്ന് എനിക്ക് വിളിക്കൊണ്ടി. നസീമയാണെങ്കിൽ വീട്ടുപേരൊന്നും വെച്ചിട്ടില്ല. പണ്ടൊന്നും നമ്പർ ഉണ്ടായിട്ടല്ലല്ലോ പോസ്റ്റ്മാന് കൊണ്ടുപോയി കൊടുത്തിരുന്നല്ലേ. ഞാനിങ്ങനെ ആലോചിച്ചു, കാക്കുവിനോട് പറഞ്ഞും ചെയ്തു. പണ്ടൊക്കെ പോസ്റ്റ്മാൻ ഇപ്പം ഫോൺ നമ്പർ ഉണ്ടായിട്ട് ഓലെ പെരി കൊണ്ടുപോയി കൊടുത്തിരുന്നു തെരഞ്ഞു വിളിച്ചു കണ്ടില്ലേ. പക്ഷെ ഓലെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇതിൽ വീട്ടുപേരും ഡോട്ടർ ഓഫോ വൈഫ് ഓഫോ ഒന്നും വെച്ചിട്ടില്ല. ഞാൻ ആദ്യപ്പാതിർക്ക് എഴുതുമ്പോഴേ തിരക്ക് കുറിച്ച് എഴുതണാണ്. നസീമ ചാപ്പനങ്ങാടി മാത്രം കൊടുത്തിട്ടുള്ളൂ. ഓരോ സ്ഥലപ്പേരാരും പിന്നെ പിൻകോഡും ഫോൺ നമ്പർ ആണെങ്കിൽ തെറ്റാണ്. ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയും ന്യൂട്രിയൻസ് നിങ്ങൾക്ക് അറിയാം. ന്യൂട്രിയൻസ് ഇത്രയും വില കൂടിയ സാധനം അണ്ടിപ്പരിപ്പും ബാദാം പരിപ്പൊക്കെ വാങ്ങണം. നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു റേറ്റ് കാര്യങ്ങൾ. അപ്പം അത്രയും ഞാനും നിങ്ങൾക്കും ആ ഒരു മീഡിയം ലെവലിലാണ് റേറ്റ് ഇട്ട് കണ്ട് തരലില്ലേ. എല്ലാവരും പ്രൊഡക്റ്റ് പോലെയല്ല. നമ്മളെ ഹെയർ ഓയിലും നട്ട്സൊക്കെ അത്യാവശ്യം തിരക്കടിയില്ലാത്ത ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ. ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കാണ് വീഡിയോസ് ഇട്ട് കാണിച്ചല്ല. നിങ്ങൾ തരുന്ന പൈസക്ക് അതിൻ്റെതായ മൂല്യം വേണ്ടേ. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്കും തന്നെ മനസ്സിലാവേണ്ട നട്ട്സാണ്. അത് നല്ല വിശപ്പ് വരുന്നുണ്ട്, തടി വെക്കുന്നുണ്ട്, ഉഷാറാവുന്നുണ്ട് എന്നൊക്കെ അല്ലേ. പിന്നെന്താ ചോറ് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷൈമോള് സ്കൂളിൽ പോയിട്ടുണ്ട്. മക്കളൊക്കെ പോയിട്ടോ. ഭയങ്കര നിശബ്ദത അതാണ് കേട്ടോ. ഉമ്മാനെ അവിടെ കിടത്തിയിട്ടുണ്ട്. രാവിലെ ചായ കുടിച്ച് അവിടെ കിടത്തിയിട്ട് കുടിക്കാൻ കഴിയൂല, റൈസ് ട്യൂബ് ഇട്ടല്ലേ. അപ്പോൾ അത് ഊരി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തരിപ്പ് പൊയ്ക്കാണ്ടൊക്കെയാണ് പോവുക. പിന്നെ കൂടുതൽ ആളുകൾ എന്നോട് എപ്പോഴും ചോദിച്ചിട്ടുണ്ട് ബോട്ടിൽ എവിടുന്നാ വാങ്ങണമെന്നൊക്കെ കേട്ടോ. ഞാൻ മഞ്ചേരിയിൽ നിന്നാണ് ബോട്ടിൽ വാങ്ങണത് കേട്ടോ. പിന്നെ 1-2 കുപ്പിയൊക്കെ വാങ്ങുമ്പോഴേ അതിൻ്റെതായ റേറ്റ് ഉണ്ടാവും. പിന്നെ ഒന്നായിട്ട് എടുക്കുക. ബാഗ് എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കമ്മി ഉണ്ടാവും. ഒരുപാട് ആളുകൾ അച്ചാറിൻ്റെ അതൊക്കെ നടത്തുന്നവരൊക്കെ എനിക്ക് വിളിച്ചലുണ്ട്. ഇത് 1 kg കേട്ടോ. നമ്മളെ നട്സിലേം 1 kg. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കേട്ടോ. ഒരു കുപ്പി തിന്നോക്കിയേ. ഈ ക്ഷീണത്തിനൊക്കെ ഭയങ്കര തളർച്ച, ക്ഷീണം, കൊയക്ക്, വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്താണോ നേരം വെളുത്ത മടിയായിരിക്കും.
അലസത, മടി, കൈകാല് കുഴച്ചില്, എന്താ പറയാ നമുക്ക് മടി. അതിനായി വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ബ്ലഡ് കൗണ്ട് കൂടും, വൈറ്റ് ഡിസ്ചാർജ് കൂടി നല്ലൊരു എനർജിക്ക് കിട്ടും. ഒരു ബോട്ടിൽ നിങ്ങൾ തിന്നു നോക്കി, എന്നിട്ട് ഇങ്ങോട്ട് വിളിച്ച് നിങ്ങൾ കേട്ടോ. ഇത് അരക്കേജിയാണ്, സ്റ്റിക്കറൊന്നും ഒട്ടിച്ചിട്ടില്ല, ഇത് പോവാല്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. അപ്പൊ പിന്നെ ഇത് ഇനി അടുത്ത ഇതും കൂടി, ഇതും എല്ലാവരും ചോദിച്ചു ഇത് എവിടുന്ന് വാങ്ങിയ. പിന്നെ ഇതിന്റെ ഉള്ളിൽ ചെയ്യണ ക്യാപ്പ് ഉണ്ടല്ലോ, ഇതും എവിടുന്നാ കിട്ടുക ആഴ്ച ഈ കുപ്പിക്കടയിൽ കിട്ടും കേട്ടോ. ഒരുപാട് ആളുകൾ ഈ അച്ചാർ ബിസിനസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് ഞാൻ എന്നെ കൂടെ കഴിഞ്ഞ രീതിയിൽ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. നമ്മൾ മാത്രം നന്നായാൽ പോരല്ലോ. ഇത് പിന്നെ ഇസ്തിരിപ്പെട്ടി ചൂടാക്കിക്കാണ്ടാണ് അതിന്റെ യന്ത്ര കാര്യങ്ങളൊക്കെ വാങ്ങണം. അതേപോലെ നമ്മളെ ഈ പ്രിന്റ് അടിച്ചുന്ന മെഷീനൊക്കെ അല്ലേ, അതൊക്കെ വാങ്ങണം. അതിനൊക്കെ ഇനിയിപ്പോ കോയമ്പത്തൂരൊക്കെ പോണല്ലോ മക്കളെ, അതിനൊന്നും ഇപ്പൊ ഇവിടെ കഴിയൂലല്ലോ. ഇമ്മ അങ്ങനെ വിചാരിക്കുകയാണ്. പിന്നെ ഇപ്പൊ ഒക്കെപ്പാടൊരു കാര്യം. ഈ ചട്ട മഞ്ചേരിന്ന് വാങ്ങണം കേട്ടോ. ഇതൊരു വലിയ പെട്ടിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ചെറിയ പെട്ടി പറഞ്ഞാല് അത് കോഴിക്കോട് പോണല്ലോ. അത് കൂടുതൽ ആള് ചോദിച്ചിരുന്നു എങ്ങനെ ഇത് ഉണ്ടാക്കണം. ഇത് കാപ്പ് ഉണ്ടാക്കും, ഞാനുണ്ടാക്കും, റീതു ഉണ്ടാക്കും, എല്ലാവരും ഉണ്ടാക്കും കേട്ടോ. ഇത് ബോക്സ് ആയിട്ട് കിട്ടും. അതിന് 7 ഉറുപ്പ്യൊക്കെ വേണം. ഇനി കൂടുതൽ 1000-നൊക്കെ എടുക്കുമ്പോൾ 4 ഉറുപ്പ്യ 3 ഉറുപ്പ്യ കിട്ടും. ഇവിടെ കിട്ടൂല, കോഴിക്കോട് പോകണം. 1000-നൊക്കെ അടിച്ചു കണ്ട് നമുക്ക് അതിനില്ല ഇതൊന്നും ഇല്ലല്ലോ. നമ്മുടെ വീട്ടില് സാധാരണ ഒരു ഇതല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങള് എന്താ ചെയ്യാന്ന് വെച്ചാൽ മഞ്ചേരി വലിയ പെട്ടി ഉണ്ടാക്കുന്നുണ്ട് ബോക്സ്. അവിടുന്ന് ഇങ്ങനത്തെ ചട്ട കാക്കും കുറച്ച് 200-300 ഉറുപ്പ്യക്കൊക്കെ വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് അളവ് കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ മുറിച്ചും. എന്നിട്ട് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാല് ഇത് ഈ 500-ന്റെ അളവാട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ടാപ്പ് ചെയ്താൽ മതി മക്കളെ. കൂടുതൽ ആള് വലിയ യൂട്യൂബർമാരൊക്കെ വിളിച്ചു വിട്ടച്ച് പേരൊന്നും പറയുന്നില്ല. അപ്പൊ എന്നിട്ട് ഇങ്ങനെ കട്ട് ഞാൻ ഷോർട്സിൽ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റുക. നമ്മളെ ഇതുകൊണ്ട് ഇങ്ങനെ ചുറ്റുക കണ്ടോ, നിങ്ങൾ ചുറ്റുക കണ്ടില്ലേ. എന്നിട്ട് ഇതുപോലെ അവിടെ ഇപ്പൊ ഇതിന്റെ കഷ്ണം ഉണ്ടല്ലോ, ഇതുപോലെ റൗണ്ട് ചെയ്ത് മുറിച്ചെടുക്കുക. ഇങ്ങനെ ചട്ട വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ 3 ഒട്ടിച്ച ഇവിടെ ഒട്ടിച്ച സൂപ്പറായില്ലേ. അങ്ങനെ തന്നെ കട്ട 1 kg അങ്ങനെ കട്ട. പിന്നെ ഞങ്ങൾക്ക് ഇതായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചിലപ്പോൾ എനിക്ക് 1 kg ലേഹം, 500 ലേഹം, ചിലപ്പോൾ 500-ന്റെ 4 ബോട്ടിൽ ഒരു പരിയിലൊക്കെ എടുക്കണവരുണ്ട്. 1 kg-ന്റെ 2, പിന്നെ 2 kg എടുക്കണവരുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ എണ്ണ, നട്സ് പൊടി ഇതൊക്കെ പോകും. അപ്പൊ എനിക്ക് അതായിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കാക്കു തന്നെയാണ് ഇതൊക്കെ എല്ലാം കൂടി പാക്കും കാര്യം ചെയ്യണം കേട്ടോ. നസീമ വിളിച്ചിട്ടോ, നസീമ താത്തയാണ് ആവട്ടോ. ഞാൻ എൻ്റെ പ്രായം എത്തിയിട്ടാ പറയണം കേട്ടോ. നമ്മള് പ്രായത്തിനെ ബഹുമാനിക്കണം അല്ലേ. പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. കൊറിയറൊക്കെ എഴുതി വരുന്നുള്ളൂ കേട്ടോ. പോസ്റ്റ് അറിയുമ്പോഴേ 2 ഭാഗത്തും അഡ്രസ്സ് എഴുതണം പോസ്റ്റിന്. കൊറിയറിന് പ്രത്യേകത വെച്ചാൽ നമ്മളെ പേരും ഫോൺ നമ്പറും എഴുതിയാൽ മതി. ഇതൊക്കെ കണ്ടോ, എൻ്റെ പേര് മുഹമ്മദ് ചന്ദ്രത്തോ പോലെ ഉൽപ്പാണല്ലോ, അതാണ് കേട്ടോ. കണ്ടോ ആയിഷ, ഇങ്ങനെ പോണം. അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. പിന്നെന്താ മറക്കരുത് കേട്ടോ, ആ നസീമ ഒന്ന് വിളിക്കോണ്ടി. പിന്നെ മെസ്സേജ് വിടോണ്ടി. വിളിച്ചാൽ കിട്ടൂല, ഒന്ന് മെസ്സേജ് ഇട്ടാച്ചാൽ മതി. ഈ നമ്പറിൽ 89 43 51 87 05 താത്താൻ്റെ നമ്പറാണ്. നിങ്ങളൊരു പേടി വിളിച്ചണ്ട, ആണുങ്ങളെ പെണ്ണുങ്ങളൊന്നും കരുതണ്ട. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളി. എത്ര നേരം താത്ത റിപ്ലൈ തരും കേട്ടോ. ലേഹം വേണ്ടിയിൽ പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളി.